തച്ച് കളയാൻ തോന്നുന്നു. ദേ ഒരു നല്ല കാര്യം വരുമ്പോ ഇങ്ങനെയാണോ നാത്തും പറയുന്നേ? അല്ലേ ഈ അമ്മ എന്താ വിളിച്ചിട്ട് കിട്ടാത്തെ? അമ്മ എപ്പോഴാ വിളിച്ച ഫോൺ എടുക്കണേ? സത്യം പറയടി, അമ്മയുടെ തല്ലുപിടിച്ചിട്ടല്ലേ അമ്മ പോയത്? ഒന്ന് പോ നാത്തൂനെ അവിടുന്ന്. ഇവിടെ ആകുമ്പോ അമ്മ ഫോൺ എടുക്കാറുണ്ടോ? അമ്മ അതൊന്നും കേക്കില്ലാന്നേ, വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് നടക്കായിരിക്കും. ഈ അമ്മയുടെ കാര്യം പറഞ്ഞു ഒരു കാര്യം പറയാൻ വിളിച്ച അമ്മനെ കിട്ടൂല. നേരിട്ട് പറയാലോ വരുമ്പോ. നിങ്ങളൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എന്ത് കണ്ടിട്ടാണ് ക്ലീറ്റോ ചേട്ടനെ സ്നേഹിച്ചത്? മനസ്സിലായല്ലോ. എന്താ മനസ്സിലായത്? ആ മനസ്സ് കണ്ടിട്ട്. ആ മനസ്സ് എന്നെ തോപ്പിച്ചത്. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്നത്തെ പോലെ തരികിടയെന്ന്. പിന്നീട് കാര്യങ്ങൾ അങ്ങ് സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായത് ക്ലീറ്റോ ആകെ മാറി. ഇപ്പൊ പറയുന്നത് ഇതൊരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിക്കാൻ പോവാന്ന്. ഒരുപാട് പാവങ്ങളെ സഹായിക്കാനാ? ആ, നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, എല്ലാവർക്കും ചികിത്സാ സഹായം കിട്ടും. എന്തോരം ഇതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ കഷ്ടപ്പെടണേന്നറിയാം. ആരുടെയൊക്കെ കാല പിടിക്കണേ? വലിയ വലിയ മന്ത്രിമാര്, MLA മാര്, രാഷ്ട്രീയക്കാര് പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും കൈയും കാലം പിടിച്ച ഈ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ പോണേ. നാത്തൂനെ നല്ലതല്ലേ? ഈ പുണ്യൊക്കെ നമ്മുടെ തക്കളിക്ക് കിട്ടും. എന്നാലും എനിക്കങ്ങ് വിഷമടി. ഈ മനുഷ്യനല്ലേ ഞാൻ ഇത്രയും നാളും ക്രൂശിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ എനിക്കിപ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. ഒളിച്ചോടിയനാണോ? എന്തെങ്കിലും പറയുമ്പോ ഉടനെ ഒളിച്ചോടിയ കാര്യം പറയണതിനാ? എത്ര വർഷം മുമ്പ് കിടന്ന കാര്യ? അല്ല, കുറ്റബോധം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഇടി ക്ലീറ്റോന് ഞാൻ വല്ല സമാധാനവും കൊടുത്തിട്ടുണ്ടോ? കുടുംബത്തിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. എപ്പോ നോക്കിയാലും ചീത്തയും വഴക്ക് മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. നാത്തൂനെ അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഭാര്യയും ഭർത്താവും ആവുമ്പോ വഴക്കിടും, ദേഷ്യം വരുമ്പോ പലതും പറയും. ആ ദേഷ്യം പോണേന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കണം. അങ്ങനെ മറക്കുന്നിടത്താണ് ദാമ്പത്യ ജീവിതം സക്സസ് ആകുന്നത്. നീ ക്ലീറ്റോനെ പോലെ സംസാരിക്കാൻ പഠിച്ചോ? ഞാനേ ഇനി ക്ലീറ്റോ ചേട്ടനെ പോലെ ആവാനുള്ള ശ്രമമാണ്. ക്ലീറ്റോ ചേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനാവണം, എന്നിട്ട് പാവങ്ങളൊക്കെ സഹായിക്കണം. അതെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പേര് ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ എല്ലാരും അറിയണില്ലേ, അതുപോലെ ആ ക്ലീറ്റോ ഇത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയും. ചേച്ചി ഇപ്പൊ എവിടെ പോയതാ ക്ലീറ്റോ ചേട്ടൻ? ആർക്കറിയാം, ആരുടെയോ കൈയും കാലം പിടിക്കാൻ പോയേക്കാ. ഇപ്പൊ എപ്പോഴും എങ്ങനെയാടി? രാത്രിയൊന്നും ഇല്ല, പകലൊന്നും ഇല്ല, ഊണും വേണ്ട ഉറക്കവും വേണ്ട, ഈ നടപ്പ് ഇതിന് വേണ്ടിട്ട്. നന്നായി, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടാ. അതല്ലേ പറഞ്ഞേ, ഭക്ഷണവും വേണ്ടല്ലോ ഇപ്പൊ. ആരോഗ്യം നോക്കാതെ എങ്ങനെയാന്ന് എനിക്കറിയില്ല എന്റെ ദൈവമേ. ആ കനകനോട് കണ്ടു പഠിക്കും. പാവടെ കൊറേ നേരം പോയിട്ട് മറ്റേ പൈസയുടെ കാര്യത്തിനേ. നീ സത്യം പറഞ്ഞോട്ടെ തങ്കം, ഞാൻ ആകെ കുരുപൊട്ടി നിക്കാണ്. എന്ത് കുരുപൊട്ട? ഇവനെന്താ ഹാലിളകി നിക്കണോ? നീ ക്ലീറ്റസ് എവിടെയെന്ന് പറയണേ. പറഞ്ഞില്ലേ പൈസ ശരിയാക്കാൻ പോയേക്കാന്ന്. എന്ത് പൈസ ശരിയാക്കാന്ന്? ഓഫീസിലെ വയ്യാതെ നടക്കണ ആൾക്ക് വേണ്ടിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് പൈസ മുഴുവൻ സമ്പാദിച്ചിട്ട് ഈ പൈസ എടുത്ത് പുട്ടടിക്കാണ്. അനാവശ്യം പറയരുത് കനക, എന്റെ ക്ലീറ്റോന് അതിന്റെ ആവശ്യമൊന്നുമില്ല. തങ്കം ദേ വെറുതെ അറിയാതെ വർത്താനം പറയണ്ട. കൂടുതൽ വർത്താനം പറയണ്ട. എന്റെ ക്ലീറ്റോ അത് ചെയ്യില്ല. ക്ലീറ്റോന് അതിന്റെ ആവശ്യമില്ല. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അക്കൗണ്ടിൽ 3,60,000 രൂപ വന്നിട്ടുണ്ട്. ആ 3,60,000 രൂപയും പിൻവലിച്ചും പോയിട്ടുണ്ട്. പിൻവലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഓഫീസിലെ വർഗീസേട്ടനോട് പോയി ചോദിക്കാം. അയാളുടെ ഇരിപ്പുണ്ടാവും. അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല നീ പൈസ. അയാൾക്ക് കിട്ടിയത് ആകെ 10,000 രൂപയാണെന്ന്. നിന്നോട് ആര് പറഞ്ഞു? എന്നോട് വർഗീസിന്റെ മകൻ വന്ന് പറഞ്ഞു. ആര് പറഞ്ഞെന്ന്? അവൻ അവിടെ വന്ന് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണ. വിളിക്കവനല്ലേ നാട്ടുകാരവനെ തല്ലിക്കൊല്ലോട്ടാ. അയാൾ നുണ പറഞ്ഞായിരിക്കും. അയാൾ നുണ പറഞ്ഞൊന്നല്ല, അയാൾ നുണ പറയാണ്. എന്നിട്ട് ബാക്കി ആ 10,000 രൂപ ഒന്ന് രാവിലെ തന്നില്ലേ, അത് കൊടുത്ത് അവൻ പറഞ്ഞു അത് നീ മറ്റേ നിന്റെ അളിയനും കൂടെ അങ്ങ് പുട്ടടിച്ചു പോന്നു. ഏട്ടാ ഒന്ന് വിളിച്ചു നോക്കേട്ടാ. ഞാൻ എപ്പ തുടങ്ങിയ വിളിയാണെന്ന്. അയ്യോ കനക, എന്തെങ്കിലും ചെയ്യണം, ഞാൻ നിന്റെ കാല് പിടിക്കാൻ. ഇനി നീ കയ്യും കാലൊന്നും പിടിക്കണ്ട. അവനെ എടുത്ത 3,60,000 രൂപ ഉണ്ടല്ലോ, അത് ബാങ്കിൽ കൊണ്ട് കെട്ടാൻ പറ. അയ്യോ ഞാൻ അവന്റെ തലയിൽ വരുന്ന എന്തെങ്കിലും ചെയ്യുക. എനിക്കറിയണ്ട, എന്റെ കയ്യും കാലം പിടിക്കാൻ ഒന്നും പറയണ്ട. എനിക്ക് യാതൊരു ബന്ധമില്ല അവനായിട്ട്. എത്രയും പെട്ടെന്ന് അവനോട് ആ പൈസ കൊണ്ടുപോയി അടച്ചോളാൻ പറ. കളിക്കല്ലത്. நான் கூப்பிடுவேன். சரி சரி, காலையில பார்க்கலாம். சரி ഓക്കെ. എടാ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിക്കൊന്നും പോണ്ടേ? തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു. കൊള്ളാം. ഞാനേ നിങ്ങൾക്ക് വേണ്ടിയാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ. എന്തേ നീ ഒരു ചായ എടുത്തടി. നീ നിൽക്കി ഒരു കാര്യം ചോദിക്കട്ടെ.
നിന്റെ ചികിത്സാ സഹായ ഫണ്ടിൽ ഇപ്പം എത്ര രൂപ വന്നു? അത് ട്രഷറിൻ്റെ അടുത്ത് ചോദിച്ചാലേ അറിയാമോ. നമ്മുടെ നടരാജനാണ് അതിൻ്റെ ട്രഷറർ. എനിക്കതിൻ്റെ വ്യക്തമായിട്ടൊരു ധാരണയില്ല. എന്നാലും ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടുണ്ട്. 3,60,000 രൂപ വന്നിട്ടുണ്ട്. 3,60,000 വന്നോ? ആ, എന്നാരും പറഞ്ഞു? 3,60,000 രൂപ വന്നിട്ടുണ്ട്. അതിൽ 10,000 രൂപ മാത്രമേ വർഗീസേട്ടന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ എവിടെ? വർഗീസേട്ടന് 10,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ എവിടെ? ബാങ്കിൽ കാണും. ബാങ്കിലില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുമല്ലോ. ബാക്കി പൈസ ബാങ്കിലില്ലാന്ന്. അതിന് എവിടെ പോകാൻ? എന്താ പറയുന്നത്? ചുമ്മാ എന്തേലും. 3,60,000 രൂപ ബാങ്കിൽ വന്നത് 3,60,000 രൂപ അതൊന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആകെ 10,000 രൂപ. ആരെന്നാ ഞാൻ ചോദിക്കാം. നീ എടുത്ത് ഉരുളാതെ കാര്യം പറയടാ ക്ലീറ്റസേ. ആ പൈസ എന്താ കാണിച്ചത് നീ? നിനക്ക് അറിഞ്ഞൂടെ? നീ കളിക്കാൻ നിൽക്കരുത് കേട്ടാ. നീ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ. നീ ആ പൈസ കൊണ്ടുപോയി അടച്ച ബാങ്കിൽ നിന്ന്. ഏതാണ്ട് ക്ലീറ്റോ അത്രയും തരം താഴ്ന്നവനൊന്നും അല്ല. കണ്ടവന്റെ ചികിത്സക്കുള്ള പൈസ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പുട്ടടിക്കാൻ. നീ ആ പൈസ എടുത്തിട്ടില്ലേ? ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. ക്ലീറ്റസ് സത്യം പറഞ്ഞോ. ക്ലീറ്റസ് സത്യം പറഞ്ഞു. നിങ്ങളുടെ എന്താണ് സംഗതി? നീ ചുമ്മാ നീ എടുത്തെങ്കിൽ സത്യം പറ. എന്റെ ആളി അവിടുന്ന് പൈസ പിൻവലിച്ച് നിങ്ങളുടെ താരാ പറഞ്ഞു തന്നെ. എടാ വർഗീസേട്ടന്റെ മകൻ ഓഫീസിൽ വന്നെന്ന് അവനൊന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കി. അവന് 10,000 രൂപ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞിട്ട്. അത് ഈ പൈസ നീ അറിയാതെ പുറത്തു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് പിന്നെ പൈസ പിൻവലിച്ചില്ലെന്ന് വെച്ചാ പിൻവലിച്ചു. എന്നാ പൈസ കൊണ്ട് കൊടുക്കണം. അത് കൊണ്ടുകൊടുക്കാൻ പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ നീ എടുത്ത് ചെലവാക്കിയാ? എന്റെ അളിയെ ഞാൻ ചെലവാക്കിയൊന്നുമില്ല. പിന്നെ നീ എന്ത് ചെയ്തെന്ന് പറയാനോ? അതെ, നമ്മുടെ വർഗീസേട്ടന്റെ ഓപ്പറേഷൻ ഇനിയും 2 മാസം സമയമുണ്ടല്ലോ. അപ്പൊ ഈ 3,60,000 രൂപ അതുവരെ ബാങ്കിൽ വെറുതെ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ ഷൺമുഖ അണ്ണാച്ചില്ലേ, അണ്ണാച്ചിയുടെ കയ്യിൽ ഒരു 2 മാസത്തെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് കൊടുത്ത് 3,60,000 രൂപ 2 മാസം കഴിയുമ്പോൾ ഷൺമുഖ അണ്ണാച്ചി 4 ലക്ഷം രൂപയായിട്ട് എനിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ അളിയ, ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചാണ് നീയൊക്കെ ഈ അഴിമതി കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്റെ അളിയ, ഇതിന് അഴിമതി എന്ന് പറഞ്ഞ നാറ്റിക്കരുത്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ചെറിയൊരു തിരിമറി, അത്രേ ഉള്ളൂ. Alien versus Alien.